നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. സൂപ്പർ താര നിബിഡമാണിപ്പോൾ സൗദി അറേബ്യൻ പ്രോ ലീഗ്. ആ പ്രോ ലീഗിൽ അപരാജിത കുതിപ്പ് നടത്തി കിരീടം ചൂടി സൗദി പ്രോ ലീഗിലെ രാജാക്കന്മാർ തങ്ങൾ തന്നെയാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് അൽ ഹിലാൽ. ഇന്നലത്തെ മത്സരം സൗദി പ്രോ ലീഗിൽ ഈ സീസണിൽ അവസാന കളിയായിരുന്നു. അൽ വഹദക്കെതിരെ 2-1 വിജയമാണ് അൽ ഹിലാൽ സ്വന്തമാക്കിയത്. കളിയിൽ 19ാമത്തെ മിനിറ്റിൽ കനോയും കളിയുടെ അവസാനത്തിൽ മിട്രോവിച്ചും നേടിയ ഗോളുകളാണ് അവരെ വിജയത്തിലേക്ക് കൊണ്ടുപോയത്. അതോടുകൂടി ഈ സീസണിൽ ഒറ്റക്കളിയും തോൽക്കാതെ അവർ സീസൺ പൂർത്തിയാക്കുന്നു, കിരീടം നേടിയിരിക്കുന്നു. 34 കളികളിൽ നിന്ന് അവരെ 31 വിജയങ്ങളും 3 സമനിലകളും, ഒറ്റക്കളിയും തോറ്റിട്ടില്ല. ഇൻവിൻസിബിൾ ആയിട്ടാണ് കിരീടം ചൂടിയത്. 96 പോയിന്റ്. രണ്ടാമതുള്ള അൽ നസറിനേക്കാൾ 14 പോയിന്റിന്റെ ലീഡ്, വലിയ ആധിപത്യം പുലർത്തിക്കൊണ്ട് തന്നെയാണ് അവർ കിരീടം ഉയർത്തിയത്. 101 ഗോളുകളാണ് അവരുടെ ടീം എതിരാളികളുടെ വലയിലേക്ക് അടിച്ചു കയറ്റിയത്. പ്രോ ലീഗില് ഏറ്റവും അധികം ഗോളുകൾ ഈ സീസണിൽ നേടിയതും അൽ ഹിലാൽ തന്നെ. രണ്ടാമതുള്ളത് അൽ നസറാണ്. 100 ഗോളുകൾ അവരും അടിച്ചിട്ടുണ്ട്. പക്ഷെ തിരികെ വാങ്ങിയതിന്റെ വ്യത്യാസം നോക്കുക. 23 ഗോളുകളെ 101 ഗോളുകൾ അടിച്ച് അൽ ഹിലാൽ തിരികെ വാങ്ങിയുള്ളൂ. അതേസമയം 42 ഗോളുകൾ അൽ നസർ തിരികെ വാങ്ങിയിട്ടുണ്ട്. 78 അൽ ഹിലാലിന്റെ ഗോൾ ഡിഫറൻസ് എങ്കിൽ 58 അൽ നസറിന്റെ ഗോൾ ഡിഫറൻസ്. അപ്പൊ വലിയ വ്യത്യാസത്തിൽ തന്നെയാണ് അൽ ഹിലാൽ ഈ ഒരു കിരീടം ചൂടിയിരിക്കുന്നത്. സൗദി പ്രോ ലീഗിലെ രാജാക്കന്മാർ തങ്ങൾ തന്നെയാണെന്ന് അവർ ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇത്തവണ അവർ ഗിന്നസ് റെക്കോർഡും ഇട്ടിരുന്നു. അപരാജിത കുതിപ്പ് മാത്രമല്ല, തുടരൻ വിജയങ്ങളുടെ കാര്യത്തിൽ അവർ വേൾഡ് റെക്കോർഡ് ഇട്ടിരുന്നു. അങ്ങനെ ഹോർഗെ ഹീസസും സംഘവും പൊളിച്ചടുക്കിയ സീസണാണ് കടന്നു പോകുന്നത്. ഇവൻ നെയ്മർ ജൂനിയറെ പോലുള്ള ഒരു സൂപ്പർ താരത്തിന് പരിക്കേറ്റ് സീസൺ ഏതാണ്ട് പൂർണ്ണമായും നഷ്ടമായിട്ടും അവർ ഇത്തരത്തിൽ കളിക്കുന്നു എന്നുള്ളതാണ് സുപ്രധാനമായ കാര്യം. കാത്തിരിക്കാൻ നമുക്ക് അടുത്ത സീസണില് സൗദി പ്രോ ലീഗിലേക്ക് ഇനിയും സൂപ്പർ താരങ്ങൾ ഒഴുകും. അത് ആരൊക്കെയാവുമെന്ന് അറിയാൻ വേണ്ടിയും പുതിയ സീസണിൽ ആരായിരിക്കും പൊളിച്ചെടുക്കുക എന്നറിയാൻ വേണ്ടിയും വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് ഇടുക.